മകരമഞ്ഞിൽ നമ്മൾ രാജാ രവിവർമ്മയാണ് പോർട്രേറ്റ് ചെയ്യുന്നത്. അതർ സൈഡ് ഓഫ് രാജാ രവിവർമ്മ ഈ പറഞ്ഞുള്ള സാധ്യതിരുന്നാളിൽ നിന്ന് വ്യത്യസ്തമായോ അല്ലെങ്കിൽ സാധ്യതിരുന്നാളിൻ്റെ മാനുഷിക അല്ലെങ്കിൽ മാനസികമായ വിചാരങ്ങളിലൂടെ കടന്നു പോയതുപോലെ മകരമഞ്ഞിൽ രാജാ രവിവർമ്മയുടെ ഒരു അതർ സൈഡാണോ താങ്കൾ കാണുന്നത്? നമ്മൾ ഇന്നലെ വരെ അറിഞ്ഞ രവിവർമ്മയായിരിക്കില്ല മകരമഞ്ഞിൽ ഞാൻ ഈ സിനിമയിൽ. രവിവർമ്മയുടെ ആദിമധ്യാന്ത ജീവിതവുമല്ല ഈ സിനിമയുടെ വിഷയം. രവിവർമ്മ വരച്ച വിഖ്യാതമായിട്ടുള്ളൊരു ചിത്രമാണ് ഉർവശിയും പുരൂരവസും. അപ്പോൾ ഉർവശിയും പുരൂരവസിൻ്റെയും രചനാവേളയ്ക്ക് വേണ്ടി ഉർവശിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന രവിവർമ്മ അത് അദ്ദേഹം തൻ്റെ കർമ്മമണ്ഡലമാക്കിയ ബോംബെയിലെ തെരുവുകളിൽ നിന്നാണ് അദ്ദേഹം പല പെൺകുട്ടികളെയും കഥാപാത്രങ്ങളാക്കുന്നത്. ദൈവങ്ങളായിട്ടും മനുഷ്യരായിട്ടും ഒക്കെ കണ്ടെത്തുന്നത് അദ്ദേഹം തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തടഞ്ഞ സ്ത്രീകളെയാണ്. അതിന് നിർവാഹമുള്ളൂ. കാരണം കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികളൊന്നും തന്നെ സോക്കാൾഡ് കൊള്ളാവുന്ന വീടെന്നുള്ള അർത്ഥം ഇന്നും ഒരു ചിത്രരചനയ്ക്ക് മോഡലായി നിന്നു കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ച് വേണം നമ്മൾ ആ കാലത്തെ കാണാൻ. അങ്ങനെ രവിവർമ്മ ഒരു പെൺകുട്ടിയെ ഉർവശിയായി കണ്ടെത്തുകയും ആ ഉർവശിയും പുരൂരവസിൻ്റെയും അതിഗാഠമായ പ്രണയത്തിൽ നിന്ന് ഉർവശിയുടെ തിരോധാനം, ഉർവശി പുരൂരവസനെ വിട്ടുപോകുന്ന ആ നിമിഷം, അതായിരുന്നു തൻ്റെ ക്യാൻവാസിൽ വരച്ചു ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ആ മോഡലിനെ ഉള്ള നിർത്തിക്കൊണ്ടുള്ള ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രചനയ്ക്കിടയിൽ ചിത്രകാരനിൽ ആ പെൺകുട്ടിയിലുണ്ടാകുന്ന മാനസികമായൊരു അടുപ്പമുണ്ടാവും. അവർ തമ്മിൽ ഉള്ള ചങ്ങാത്തത്തിൽ പിന്നെ പിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഉർവശിയുടെയും പുരൂരവസിൻ്റെയും കഥയിലും സംഭവിക്കുന്നത്. പുരൂരവസിൻ്റെ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതിലേക്ക് വേണ്ടി ദേവസദസ്സിൻ്റെ ഒരു വളരെ ക്രൂരമായ അവർ സ്ഥിരം വെച്ച് നടപ്പിലാക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലക്കാണ് വിശ്വസുന്ദരിയായിട്ടുള്ള ഉർവശിയെ പുരൂരവസിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിയ ഉർവശി പുരൂരവസിൽ ആകർഷനാകും. അവളുടെ മനസ്സിൽ പിന്നെ തോന്നിത്തുടങ്ങുന്നു, ഒരു പാവം മനുഷ്യനെ ഞാൻ എന്തിനില്ലാതാക്കണം. അങ്ങനെ ഈ ഉർവശിക്ക് പുരൂരവസിനോട് ഗാഠമായ പ്രണയമുണ്ടാകും. പുരൂരവസിന് തിരിച്ച് അപ്പോൾ ദേവന്മാർ പറഞ്ഞു വിട്ട കാര്യങ്ങൾ നടക്കാതാവും. അങ്ങനെ അവരവളെ തിരിച്ചു വിളിക്കാൻ തീരുമാനിക്കും. പക്ഷേ അവൾ അപ്പോഴും ദേവന്മാരോട് യാചനകൾ നടത്തി അവിടെ നിൽക്കുന്നു. അവരൊരു നിബന്ധന വയ്ക്കും. ആ നിബന്ധനയാണ് ഈ സിനിമയുടെ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തം എന്ന് പറയുന്നത്. ആ നിബന്ധന തെറ്റിക്കേണ്ടി വരും. പക്ഷെ തെറ്റിക്കേണ്ടി വരുന്നത് പോലും അവരുടെ ഉപജാപത്തിൽ നിന്ന് തന്നെയാണ്. ദേവസദസ്സിൻ്റെ ഉപജാപമാണ്. അപ്പോൾ വാക്ക് കൊടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവളായത് കാരണം ഉർവശി തിരിച്ച് സ്വർഗരാജ്യത്തേക്ക് പോകാൻ തയ്യാറാവുകയും പോകരുതെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്തുന്ന വളരെ നിഷ്ഫലമായ ഒരു തടയലം നടത്തുന്ന ആ മുഹൂർത്തത്തെയാണ് രവിവർമ്മ തൻ്റെ ക്യാൻവാസിലേക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഈ കഥയുമായി ഏതാണ്ട് സമാന്തരമായി പോകുന്ന മറ്റൊരു പ്രണയം ഈ മോഡലും ചിത്രകാരനും തമ്മിൽ ഉണ്ടാകും. ഇതാണ് എൻ്റെ സിനിമയുടെ വിഷയമാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനഃപൂർവ്വം ചിത്രകാരനും മോഡലും തമ്മിലുള്ളൊരു പ്രണയത്തിലേക്ക് എൻ്റേതായൊരു കണ്ടെത്തൽ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാനും കഴിയില്ല. കാരണം രവിവർമ്മ തിരുവിതാംകൂറിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് മാധവറാവുവിൻ്റെ ക്ഷണപ്രകാരം ബോംബെയിലെത്തി ബറോഡ രാജാവിൻ്റെ അതിഥിയായി ചിത്രകാരനായി ബോംബെയിൽ കഴിയുന്ന വേളയിൽ തനിക്കുണ്ടാകുന്ന ബന്ധങ്ങൾ തൻ്റെ എക്കാലത്തും സൗന്ദര്യത്തെ, പ്രകൃതിയെയും പ്രത്യേകിച്ചും സ്ത്രീകളുടെയും സൗന്ദര്യത്തെ അതിമനോഹരമായി നോക്കിക്കാണുകയും തൻ്റെ ബ്രഷുകളിൽ ചലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രവിവർമ്മ. അപ്പോൾ അതൊക്കെ കൂടെ സൃഷ്ടിക്കുന്ന പാരമ്പര്യവും പാശ്ചാത്യരുടെ സ്വാധീനവും കൂടെ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ
ഇതെല്ലാം കൊണ്ട് ആകെ പിന്നെ വ്യാകുല ചിത്തനായി നടക്കുന്ന രവിവർമ്മയുടെ മനസ്സിൽ ഒരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന ചില കുളിർമ, അതൊരു പ്രണയമായി, പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് അതൊരു പ്രണയമായി തീരുകയാണ്. അപ്പോൾ ഇത് രണ്ടും, അത് ഉർവശിയുടെയും പുരൂരവസിൻ്റെയും അതിഗാഠമായ പ്രണയവും ഈ മോഡലിന് ചിത്രകാരനോടുണ്ടാകുന്ന ഒരു പ്രണയമോ അല്ലെങ്കിൽ അഭിനിവേശമോ ഒക്കെയാണ്. ഇത് രണ്ടും കൂടെ കളുന്ന സിനിമ. തീർച്ചയായും ഇനിയും ഒരു സഫലമി യാത്ര എന്നുള്ള പ്രോഗ്രാമിലേക്ക് അങ്ങേ അതിഥിയായിട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് എന്നോടൊപ്പം ചെലവഴിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട്. നമസ്കാരം.